ഹായ് ഗായ്സ്. സോ നമ്മുടെ പ്രീമിയർ ലീഗ് ഒക്കെ തുടങ്ങാനായി. അപ്പോൾ പ്രീമിയർ ലീഗിന്റെ ഫാന്റസി പ്രീമിയർ ലീഗ് കളിക്കണം ഒട്ടനവധി സുഹൃത്തുക്കൾ ഉണ്ടാവും എനിക്കറിയാം. നിങ്ങൾ പലരും കളിക്കണ്ടാവും. അപ്പൊ ഞാൻ വിചാരിച്ചെന്ന ഒരു പണിയാം, എന്റെ സെലക്ട് ചെയ്യാൻ ടൈമായി, ടീം സെലക്ട് ചെയ്യണം, ടീം സെറ്റപ്പ് ചെയ്യണം, അപ്പൊ അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളെയും കൂടെ കാണിക്കാം എന്റെ ഏത് ടീമാണ്, എന്റെ ലൈനപ്പ് എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നുള്ളത്, എന്താണ് ഞാൻ ഉദ്ദേശിക്കണം എന്നുള്ളതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ടീം സെറ്റപ്പ് ചെയ്യാം. സോ വിത്തൗട്ട് ഫെർദർ ഡ്യൂ നമുക്ക് നേരെ അതിലേക്ക് പോകാം. സോ ഫോൺ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഫോണിൽ നമ്മൾ ചെയ്യുന്നതാണ്. സോ നമുക്ക് പ്രീമിയർ ലീഗിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ സൈഡിൽ നിങ്ങൾക്ക് ഇടാം, അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ പ്രോപ്പറായിട്ട്. സോ പ്രീമിയർ ലീഗിന്റെ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. ദെൻ ഫാന്റസി പ്രീമിയർ ലീഗിലേക്ക് പോകുന്നു. പിക്ക് ടീം. സോ എൻ്റർ യുവർ നെയിം. സോ എൻ്റർ യുവർ നെയിം എന്നുള്ളിടത്ത് ഞാൻ എപ്പോഴും കൊടുക്കുന്ന എൻ്റെ ഇൻ ഗെയിം ക്യാരക്ടർ നെയിം ഉണ്ട്, ഡിലഗൺ. സോ അത് ചോദിക്കുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് ചോദിച്ചു. ഡിലഗൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് അറിയില്ല. ഞാൻ അങ്ങനെ ഒരു വേർഡ്, അങ്ങനെ ഒരു പേര് എനിക്ക് അന്നത്തെ സമയത്ത് കിട്ടിയ അങ്ങനെ വായിൽ വന്നു, ഞാൻ അത് ഇട്ടു. സോ ഡിലഗൺ FC എന്ന് നമുക്ക് ഇടാം. ഐ അക്സെപ്റ്റ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, സെലക്ട് നെയിം, യെസ്. ഓക്കെ, നമുക്കപ്പോൾ ഗോൾ കീപ്പേഴ്സിന് തുടങ്ങാം. ഗോൾ കീപ്പർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആരിടും? നമുക്ക് നോക്കാം ആരൊക്കെയാണ് അവൈലബിൾ എന്നുള്ളത്. എലിസൺ ബെക്കർ, എഡേസൺ മോയേസ്, ഒർട്ടേഗ, റയ, ലെനോ, മാർട്ടിനസ്, ഒനാന, പിക്ഫോർഡ്, പോപ്പ്, കാറിയോ, അറിയോല, കെപ്പ അരിസബലാക. സോ ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചും കൂടെ ഒരു സേഫർ ഓപ്ഷൻ എന്നുള്ള നിലയ്ക്ക് കുറച്ചും കൂടെ ബെറ്റർ എന്താണ്, നമുക്ക് കുറച്ചും കൂടെ പോയിന്റ്സ് ഒക്കെ കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കൊരു പണിയാം. ജോസ് ഫസ്റ്റ് മാച്ച്, ഫസ്റ്റ് മാച്ചസ് നോക്കാം നമുക്ക്, ഏതാണ് ആദ്യം ഇത് നോക്കിയിട്ട്. അത് വെച്ച് നോക്കുമ്പോൾ അലിസൺ ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. പിന്നെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്സ്വിച്ച് ടൗൺ, പിന്നെ ബ്രെൻഫോർഡ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സോ നമുക്ക് 2 ഗെയിം വീക്ക് മോശമില്ലാത്ത രീതിക്ക് കിട്ടും. പിന്നെ ഡേവിഡ് റയ മോശമില്ല, വൂൾസ്, ആസ്റ്റൺ വില്ല, ബ്രൈറ്റൺ. നമുക്ക് ഡേവിഡ് റയനെ ഇടാം, ഡേവിഡ് റയ. ഓക്കെ, സോ ഡേവിഡ് റയ സെക്കൻഡറി ഗോൾ കീപ്പർ. ഞാൻ എപ്പോഴും ചെയ്യണം, നേരെ അടിയിലേക്ക് പോകും. നേരെ അടിയിലേക്ക് പോയിട്ട് റേറ്റ് കുറഞ്ഞ, ഏറ്റവും റേറ്റ് കുറഞ്ഞത് 4 മില്യൺ. അപ്പം 4 മില്യണിന് നമുക്ക് എപ്പോഴും കളിക്കുമെന്ന് നമ്മൾ തോന്നുന്ന ഒരു പ്ലേയേഴ്സിനെ നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. ഞാൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റുള്ളൂ, എനിക്ക് ഇതിനകത്തേക്ക് നോക്കാൻ പറ്റുള്ളൂ. ഐ എം സോ സോറി ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റും. നമുക്ക് വാൾട്ടൺ, ഇപ്സ്വിച്ച് ടൗണിൻ്റെ കീപ്പർ വാൾട്ടൺ. പിന്നെ മ്യൂറിക് ആയിരിക്കും ഫസ്റ്റ് ചോയ്സ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആരിടും സൗത്ത് ആംപ്ടന്റെ കീപ്പർ ഉണ്ട്, ലിസ്സിനിടാം. ഫസ്റ്റ് ഗെയിം കളിക്കുമെന്ന് പടച്ച് നമ്പുരാനറിയാം. അപ്പോൾ അത് കഴിഞ്ഞു. നമുക്ക് ഇനിയിപ്പോൾ ഡിഫൻസ് സെറ്റ് ആക്കണം. സോ ബേസിക്കലി ഞാൻ 3 ഡിഫൻഡേഴ്സാണ് മെയിനായിട്ട് സെറ്റപ്പ് ചെയ്യുക. ചിലപ്പോൾ 4 ഡിഫൻഡേഴ്സ്, ചില സമയങ്ങളിൽ 4 ഡിഫൻഡേഴ്സിന് ഇടാറുള്ളൂ. ഞാൻ ബേസിക്കലി 3 ഡിഫൻഡേഴ്സാണ്, ബാക്ക് 3 എന്നുള്ള സെറ്റപ്പിലാണ് ഞാൻ കളിക്കാറ്. സോ നമുക്ക് ലെറ്റ്സ് സീ ഹു ക്യാൻ ഗിവ് us മോർ പോയിന്റ്സ്. ഗ്വാർഡിയോൾ ഇടണോ? കാരണം ഫസ്റ്റ് ഗെയിം ചെൽസിക്കെതിരെയാണ്, അതുകൊണ്ട് ഒരു ഇച്ചിരി നമുക്കൊരു പണിയാം. സേഫർ ഓപ്ഷൻ എന്നുള്ള നിലക്ക് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിന് 7 മില്യൺ. പിന്നെ റോബർട്ട്സൺ 6. സലീബ ഡെഫിനറ്റ്ലി ഗുഡ് ഓപ്ഷനാണ്, ഞാൻ സലീബേനെ സെലക്ട് ചെയ്തു. സോ സെക്കൻഡ് ആരിടും? പെഡ്രോ പോറോ നല്ലൊരു ഓപ്ഷനാണ്, നമുക്ക് പെഡ്രോ പോറോനെ സെലക്ട് ചെയ്യാമല്ലേ? അതോ, കാരണം ഫസ്റ്റ് ഗെയിം വീക്ക് കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഫസ്റ്റ് ഗെയിം വീക്ക് തൊട്ട് നമ്മൾ പിടിക്കണം, എന്നാലേ പോയിന്റ്സ് നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ പെഡ്രോ പോറോ ഇടാം. ദെൻ അടുത്ത ഡിഫൻഡർ കൊനാറ്റെ, മുനോസ്, മിച്ചൽ. എനിക്ക് മാർഗുഹിന് ഇട്ടാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ മാർഗുഹി ട്രാൻസ്ഫർ സ്പെക്കുലേഷൻ നടക്കുന്നതുകൊണ്ട് ഫസ്റ്റ് ഗെയിം വീക്ക് മിസ്സാവുമോ എന്നൊരു സംശയം ഇല്ലായില്ല. അതുകൊണ്ട് നമുക്ക് ദോഹർത്തിന് ഇടാം. ഡെഫിനറ്റ്ലി ദോഹർത്തി വേണ്ട, ഫസ്റ്റ് ഗെയിം വീക്ക് അർസലിനെതിരെ റിമൂവ്. എങ്ങാനും കുറച്ച് കോട്ടക്കണക്കിന് വാങ്ങിയാലേ നല്ല രസമുണ്ടാവും കാണാനൊക്കെ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ലിവർപൂളിന്റെ വെർജിൽ വാൻഡേക്കിന് ഇട്ടാലോ? ഫസ്റ്റ് കളി ആരായിട്ടാണ്? ഇപ്സ്വിച്ച്. ഓക്കെ, ലിവർപൂൾ വെർജിൽ വാൻഡേക്ക്.
നമുക്കിനി കുറച്ചും കൂടെ പോയിന്റ്സ് തരാൻ ചാൻസ് ഉണ്ട് തോന്നണ റേറ്റ് കുറഞ്ഞ പ്ലേസിലേക്ക് പോവാം. സോ ദാറ്റ് ഈസ് ഗോണ ബി ലിവർമെൻറ്റോ കളിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ബ്രെൻഫോർഡിൻ്റെ മീ ഈസ് ഡെഫിനറ്റ്ലി എ ഗുഡ് ഓപ്ഷൻ. 4.5 മില്യൺ ഉള്ളൂ. പിന്നെ നമുക്ക് താഴേക്ക് പോയിട്ട് ന്യൂ കാസലിൻ്റെ ഡാൻബേൺ എത്രയാണ്? ഡാൻബേൺ പക്ഷേ കളിക്കുമോ? ബോർഡ്മാൻ പരിക്കായതുകൊണ്ട് ഡാൻബേൺ കളിക്കാൻ ചാൻസ് ഉണ്ട്. 4.5 മില്യൺ. ഓക്കെ, ന്യൂ കാസലിൻ്റെ ഡാൻബേൺ ഇടാം. ഡാൻബേണിന് പകരം കുറച്ചും കൂടെയൊക്കെ പോയാൽ ഒരു 4 മില്യണിന് പറ്റിയ ആരെങ്കിലും കിട്ടുമെന്നാവോ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലിടാനല്ലേ, ബെഞ്ചിലിടാനല്ലേ. ഇപ്സ്വിച്ചിൻ്റെ ട്വൻസാബെ എനിക്ക് തോന്നുന്നില്ല. വെസ്റ്റ്ഗാർഡ് കളിക്കാൻ ചാൻസ് കൂടുതലാണല്ലോ. അപ്പോൾ നെക്സ്റ്റ് ലൂയിസ്. നമുക്ക് 4 മില്യൺ തുടങ്ങണ ആരാ നോക്കാം. 4 മില്യണിൽ ബാർക്കോ ബ്രൈറ്റണ്ട, ബെറ്റ്നറക്ക്, ബെല്ലെക്കോച്ചപ്പ്, ബ്രീ ക്രിസ്വെല്, എഡ്വേർഡ്സ്. നമുക്കൊരു പണിയാം. ന്യൂ കാസലിൻ്റെ മുർഫി കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാർക്കോടെ ബ്രൈറ്റണ്ട, ബാർക്കോ കളിക്കോ? ബെറ്റ്നറക്ക്, ക്രിസ്വെല്. നമുക്ക് ലെസ്റ്ററിൻ്റെ ഫൈസിനിടാം. ഓക്കെ, സോ നമ്മുടെ ഡിഫൻസ് സെറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ മിഡ്ഫീൽഡിലേക്ക് പോവാം. മിഡ്ഫീൽഡ് ആരെയൊക്കെ നമ്മളിടും? സോ വിത്ത് ദ ഫോം മുഹമ്മദ് സലാ, ദെൻ കോൾ പാമർ ചെൽസി ഫാനായ ഞാൻ അങ്ങനെ പറഞ്ഞ എന്ത് കൊടുത്ത് അവസ്ഥയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കോൾ പാമറിനെ ഇടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 10.5 മില്യൺ റേറ്റ് ഒക്കെ കൂട്ടി. കഴിഞ്ഞ സീസൺ വരെ അപാര പെർഫോമൻസ് നടത്തിയതോടുകൂടി റേറ്റ് കൂടി. ഡിബ്രൻ പോലും 9.5 മില്യൺ ഉള്ളൂ. സോ ബ്രൂണോ ഫെർണാണ്ടസ് ഇപ്പോൾ പുതിയ കോൺട്രാക്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസിന് ഇടണോ? മാർട്ടിൻ ഒഡഗാർഡിന് എത്രയാണ്? 8.5 മില്യൺ. ജെറാർഡ് ബോവൻ, ഡിയേഗോ ജോട്ട, ഗോർഡൻ ഫസ്റ്റ് കളി ന്യൂ കാസൽ ആരാ? സൗത്ത് ആംപ്ടൺ ആയിട്ട്. ആന്റണി ഗോർഡൻ നല്ല ഫോമിലാണ്. എസേ മാർട്ടിനെലി, എംബോമിന് ഇട്ടാലോ? ക്രിസ്റ്റൽ പാലസ് ആയിട്ടാണ് ഫസ്റ്റ് കളി. എംബോമൊക്കെ അത്യാവശ്യം സ്കോർ ചെയ്യും. നമുക്കപ്പോൾ യാബിരോക്കു, ഗ്രനാച്ചോ, ഗിബ്സൺ വൈറ്റ്, വാസ്കൽ, ഹീച്ചാൻ, ജോൺസൺ, കുഡൂസ് ഡെഫിനറ്റ്ലി. ഫസ്റ്റ് കളി ആരായിട്ടാണ്? അത് നോക്കിയില്ലല്ലോ. ഓ മൈ ഗോഡ്, ആസ്റ്റൺ വില്ല. വലിയ കുഴപ്പമുണ്ടാവൂല എന്നാണ് തോന്നണത്. കുഡൂസിനെ മാറ്റാല്ലേ? റിമൂവ്. നമുക്ക് കുഡൂസിനെ മാറ്റിയിട്ട് ഈ വീഡിയോ കുറച്ച് സമയം എടുക്കും അല്ലേ? ഞാൻ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിങ്ങനെ നോക്കി സമയം കളയുന്നുണ്ടേ. എന്താ ചെയ്യുക? ഗായ്സ്, നമുക്ക് കുലുസുവെസ്കി അപാര ഫോമിലാണ് ഈ ഇതിൻ്റെ അകത്ത്. സോ നമ്മൾ ചെൽസിയുടെ കോൾ പാമർ ലെറ്റ്സ് ഗോ. 10 മില്യൺ. ഓ മൈ ഗോഡ്, 2.12. ഓ, നമുക്ക് സ്ട്രൈക്കറിൽ എന്താണ് ഡെഫിനറ്റ്ലി ഇത് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മളിനി ജെറാർഡ് ബോവൻ എടുത്താലോ? അല്ലെങ്കിൽ കുറച്ചും കൂടെയൊക്കെ താഴെ പോയാൽ സാൻജോ എന്തായാലും കളിക്കില്ല. 6.5 മില്യൺ ഉള്ളൂ. ഇറ്റ്സ് ഗോണ ബി വർത്ത് ഇറ്റ്. ഫുള്ളാമായിട്ടാണ് ഫസ്റ്റ്, അപ്പോൾ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇനി കുറച്ച് ഏറ്റവും ലാസ്റ്റത്തെ ആൾ നമ്മൾ എപ്പോഴും വില കുറഞ്ഞ താരത്തിന് എടുക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നാലല്ലേ വലിയ മറ്റ് പ്ലേയേഴ്സിനെയൊക്കെ ടീമിലിടാൻ പറ്റുള്ളൂ. വില കുറഞ്ഞെന്ന് പറയുമ്പോൾ നമുക്ക് കളിക്കാൻ ചാൻസ് ഉള്ളതും എന്നാലും നമുക്ക് ഒട്ടും അടിയിലേക്ക് പോകാത്തതായ നമുക്ക് താഴേന്ന് തുടങ്ങാം. റെനാറ്റോ വീഗോ ചാൻസ് കുറവാണ്. പിന്നെ റോമിയോ ലാവിയ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കില്ലിമാൻ, ഹൈഡൻ, ഹന്നിബൽ, തറോയെ 4.5 മില്യൺ എത്തി. ഡിക്കിക്, എർത്തി ഡിവൈൻ, ലിൻഡക്കോർ, ചൗധരി കെസഡായി ഉണ്ട്. കെസഡായി ഇറങ്ങൂല. ബർഗവാൽ 4.5 മില്യണിൽ അത്യാവശ്യം. യാറ്റിസ്, വില്ലോക്ക്, കാസലിൻ്റെ വില്ലോക്ക്, തോമസ്, ഹമാദാന് ഇട്ടാലോ? ക്രിസ്റ്റൽ പാലസ് ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ നമുക്ക് വിങ്സിന് ഇടാം അല്ലേ? വിങ്സ് നല്ലൊരു ഓപ്ഷൻ അല്ലേ? എന്തായാലും കളിക്കായിരിക്കും. നമുക്കിനി ഫോർവേഡിലേക്ക് പോകാം. ഫോർവേഡ് ഡെഫിനറ്റ്ലി ഓപ്ഷൻ ഇല്ല ഗായ്സ്. എർലിംഗ് ഹാലൻഡ്. ഓ മൈ ഗോഡ്, എർലിംഗ് ഹാലൻഡ് ഇട്ടപ്പോൾ ഇനി 9 മില്യൺ ബാക്കിയുള്ളൂ. 9 മില്യൺ എർലിംഗ് ഹാലൻഡ് റിമൂവ് ചെയ്യാം. നമുക്ക് അടുത്ത ഗെയിം വീക്കിലേക്ക് വെക്കാം.
റിമൂവ്. പക്ഷേ ഹാട്രിക്ക് ഒക്കെ അടിച്ച് കിടക്കട്ടെ, നമുക്ക് ബാക്കിയുള്ളതിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഇനി. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഹാലൻഡ് പോയ ഇട്ട സ്ഥിതിക്ക് എന്താണ് കോഡി ക്യാപ്പോ, ഹാവർട്സ്, ഇസാക്ക് ആരായിരിക്കും കൂടുതൽ പോയിന്റ്സ് നമുക്ക് തരിക? ഇസാക്ക് ഡെഫിനറ്റ്ലി ആൻ ഓപ്ഷൻ. ഐവൻ ടോണി, ഫുൾക്രുഗ് എനിക്ക് തോന്നുന്നു ഫുൾക്രുഗ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഫുൾക്രുഗ് ഇട്ടാലോ? ഫുൾക്രുഗ് ഇടണോ? കൂഞ്ഞ, കാൽവെറ്റ് ലൂയിൻ ഉണ്ട്, സൊളാങ്കിൻ ഇട്ടാലോ? പക്ഷെ അന്നേരം 3 സൊളാങ്കി എവിടെ? വേറി സൊളാങ്കി. ഒലിവാറ്റ്കിൻസ് ഉണ്ട്. ഒലിവാറ്റ്കിൻസ് ഫസ്റ്റ് കളി ആരായിട്ടാണ്? വെസ്റ്റാമായിട്ടാണ്. പക്ഷെ അതിലും ഭേദം ഇസാക്കിന് ഇടണം. ഇസാക്ക് എനിക്ക് 3 സ്ട്രൈക്കേഴ്സ് 3 പേരാണ്. അതൊരു ഇതാണ്. ജെക്സി ഉണ്ട്, പക്ഷേ കുഞ്ഞ, ലുക്കാക്കു, അവനെ, കാൽവെറ്റ് ലൂയിൻ. നമുക്ക് അയ്യോ എവിടെ പോയി? ഇങ്സ് എവിടെ പോയി? സൊളാങ്കി എവിടെ? വേറെ സൊളാങ്കി കാണുന്നില്ലല്ലോ. സൊളാങ്കി ഇനി മിഡ്ഫീൽഡിലേക്ക് മാറ്റിയവര് ഇവിടെ കണ്ടില്ലല്ലോ. മാർഗുയി, മോപ്പേ. എന്നാൽ നമുക്ക് കുറച്ചും കൂടി ഒരു സേഫർ ഓപ്ഷൻ എന്നുള്ള രീതിക്ക് വില കുറഞ്ഞ താരം കൂടെ വേണം. ചാർലീസണൊക്കെ നമ്പാൻ കൊള്ളൂല, വെറുതെ ഗോൾ അടിക്കുന്നില്ല, പൈസ ചിലവ് നഷ്ടമാണ്. അന്റോണിയോ, വെസ്റ്റാമിൻ്റെ അന്റോണിയോനെ ഇട്ടാലോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അന്റോണിയോ ആകുമ്പോൾ എങ്ങാനും ഗോൾ അടിച്ചാലോ? ജാവോ പെഡ്രോ ഉണ്ട്, പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു കോൺഫിഡൻസ് ഇല്ല. ഹാബിയോ സിൽവ, മാർഗുയി, ഒരു പണിയാണ് നമുക്ക്. എന്താണ് അന്റോണിയോ ഇടാം. അന്റോണിയോ ആകുമ്പോൾ ചിലപ്പോൾ ഗോൾ അടിച്ചിരിക്കും, ചിലപ്പോൾ അധികം ടച്ചൊന്നും ഇല്ലെങ്കിലും ഒരു ഗോൾ ഉണ്ടാവും. സോ നമുക്കിനി 5 മില്യൺ കുറക്കണം ഗായ്സ്. 5 മില്യൺ ഞാൻ എവിടെ നിന്ന് എടുത്ത് കുറക്കും? നമുക്ക് സോ നമ്മൾ ബേസിക്കലി കുറക്കാനായിട്ട് നമുക്ക് മുഹമ്മദ് സലേനെ അല്ലെങ്കിൽ പാമറിനെ മാറ്റേണ്ടി വരും. ഒരു പണിയാണ്, നമുക്ക് പാമറിനെ മാറ്റാം. പാമറിനെ മാറ്റിയിട്ട് ഐ എം സോ സാഡ് ഓഫ് ഡൂയിങ് ദിസ്. പാൽമറിനെ മാറ്റണ്ടേ? സലാനെ മാറ്റിയാലോ? പാൽമറിനെ മാറ്റാം. പാൽമറിനെ മാറ്റിയിട്ട് നമുക്ക് വില കുറഞ്ഞൊരു തരത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു ഗായ്സ്. ബാർക്ലീൻ ഇട്ടാലോ? ആസ്റ്റൺ വില്ലയിലേക്ക് വന്നതല്ലേ, കളിയൊക്കെ ഉഷാറായിട്ടുണ്ടാവും തോന്നുന്നു. ഫസ്റ്റ് കളി വെസ്റ്റാമായിട്ടുമാണ്. ബുൻഡിയ, ചാപ്ലിൻ, ലങ്ക, ആന്റണി ലങ്ക. വാട്ട് യു ഗൈസ് തിങ്ക്? ബോൺമൗത്തായിട്ടാണ് ലങ്ക പെർഫോം ചെയ്താലോ? ആന്റണി ലങ്കനെ ഇടാം. സോ ലങ്ക. സോ യെസ്, പെർഫെക്റ്റ് ഫിറ്റ് ഗായ്സ്. 0.0 മില്യൺ പെർഫെക്റ്റോ. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് സെറ്റപ്പ് ആയിട്ട് ടീം സെറ്റ് ചെയ്തിട്ടുണ്ട്. സേവ് കൊടുക്കാം. ഇനി സേവ് കൊടുത്തതിന് ശേഷമാണ് പരിപാടി. ഇനി ടീം പിക്ക് ടീം. സോ പിക്ക് ടീമിൻ്റെ അകത്ത് ആരൊക്കെയാണ് പുറത്തിരിക്കുന്നത്? നമ്മൾ പെട്രോ പോറോ, മീ, ബെൻമീനെ മാറ്റാം. മീ മാറൂ, മീ കമോൺ, ഗെറ്റ് ഔട്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് അന്റോണിയനെ ഇറക്കാം. യെസ്, 3. മിഡ്ഫീൽഡിൽ വിങ്സ് ടോട്ടനാമിനെതിരെ വേണ്ട, നമുക്കിത് കറക്റ്റ് ടീമാണ്, സെറ്റാണ്. ആരും നമ്മൾ ക്യാപ്റ്റനാക്കും? എൻ്റെ അഭിപ്രായത്തിൽ സലേനെ ക്യാപ്റ്റനാക്കും. ക്യാപ്റ്റൻ കൺഫേം. വൈസ് ക്യാപ്റ്റൻ ആരാക്കും? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. വൈസ് ക്യാപ്റ്റൻ സാലിബ. എൻ്റെ ഇസാക്കിനെ വൈസ് ക്യാപ്റ്റൻ ആക്കാം. ഇസാക്ക് തിളങ്ങും. എന്താണ് പ്രതീക്ഷ? തിളങ്ങിയ മിനി ചേക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം ഗായ്സ്. സോ ഇത് നമ്മൾ സെറ്റപ്പ് ചെയ്തത്. ഇതൊക്കെയാണ് ഞാൻ കളിക്കുന്ന ലീഗുകൾ. സോ നമ്മുടെ ലീഗ് സെറ്റപ്പ് ചെയ്യണോ? നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യും. ഞാനൊരു ഫാൻറ്റസി പ്രീമിയർ ലീഗിൻ്റെ ലീഗ് ക്രിയേറ്റ് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കമൻറ്റിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, കൂടുതൽ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലീഗ് സെറ്റപ്പ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ് ഗായ്സ്. അപ്പോൾ നിങ്ങളുടെ ടീമും ഷെയർ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ടീം എങ്ങനെയുണ്ടെന്ന് പറയും. ഇതിൽ ആരെങ്കിലുമൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ഞാൻ മാറ്റം വരുത്തും ഡെഫിനറ്റ്ലി. So that's it. Thank you so much for watching. Signing off.